ഇത് എൻ്റെ കയ്യിലൊരു 8 വർഷമായിട്ടുള്ള അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഇരിക്കുന്ന 2 എണ്ണം ഒരു 2 വർഷമൊക്കെ ആവുള്ളൂ. അപ്പോൾ ഇതിനെ ഞാൻ ഇന്ന് വേറെ ചട്ടിയിലേക്ക് ആക്കാൻ പോവുകയാണ്. ഈ ചട്ടി മാറ്റാനുള്ള കാരണം കണ്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ അതായത് ആ ഹോളിൽ കൂടി വേരെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ചട്ടി പൊട്ടിച്ചാണ് എടുക്കുന്നത്. ഇനി അതിനകത്ത് നിളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി അടുത്ത ചട്ടിയിലേക്ക് ആക്കാൻ പോവുകയാണ്. നല്ല വേരുണ്ട്. ഈ മണ്ണെല്ലാം കളഞ്ഞിട്ടാണ് ചട്ടിയിലേക്ക് ആക്കുന്നത്. ഈ പൊട്ടിനകത്തേക്ക് കുറച്ച് മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ സൈഡിൽ കൂടി മണ്ണിടുവാണ് കേട്ടോ. മണ്ണും മണലും ഒക്കെ കൂടി ചേർന്ന ഒരു മിക്സാണ് അതിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ചാണകപ്പൊടിയും കൂടെ സൈഡിൽ കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇരുന്ന ചട്ടി ഇച്ചിരി ആഴമുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇളക്കിയപ്പം വേര് കുറച്ച് മണ്ടയിലാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആക്കി തന്നെ വെക്കുവാണ് കേട്ടോ. വേര് മുകളിലേക്ക് ആക്കി തന്നെ വെക്കുവാണ്. അപ്പോൾ കുറച്ച് കൂടെ ഭംഗിയായിരിക്കും. ഇതിനിപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഡയറക്റ്റ് വെയിലിൽ വയ്ക്കില്ല, വെയിലുള്ള സ്ഥലത്ത് വയ്ക്കില്ല. തണലത്തേക്ക് കുറച്ച് ദിവസം വെച്ചിട്ട് പ്ലാന്റ് ഒന്ന് പിടിച്ച് കിട്ടിയതിന് ശേഷം വെയിലത്തേക്ക് വയ്ക്കുവാണ് ചെയ്യുന്നത്. 3 ചട്ടികളും ഞാൻ അങ്ങനെ നിറച്ച് നട്ട് കഴിഞ്ഞ കേട്ടോ. 3 ചെടികളും നട്ടെ. ഇനി നമുക്കത് തണലത്തേക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു തണലുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഇരുന്ന് ഒന്ന് വേരൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നല്ല വെയിലിലേക്ക് ഉള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.